ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. ന്യൂസ് ബസ്സിലേക്ക് വീണ്ടും CJP പ്രതിഷേധങ്ങൾക്ക് ലഭിച്ച പിന്തുണ കോൺഗ്രസിന് ലഭിക്കുന്നില്ല എന്നുള്ള ശശി തരൂരിന്റെ വിമർശനത്തിന് മറുപടിയുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കോൺഗ്രസിന്റെ പരിപാടികൾ കണ്ണു തുറന്ന് കാണണം. രാഹുൽ ഗാന്ധിയെ രണ്ടു പറഞ്ഞാൽ BJPക്ക് സുഖിക്കും. BJPക്ക് സുഖിക്കുന്ന വർത്തമാനം പറയരുത് എന്നും ശശി തരൂരിന് KCയുടെ മറുപടി. ശശി തരൂരിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണവും KCയുടെ ഇന്നത്തെ മറുപടിയും ആദ്യമൊന്ന് കേൾക്കാം. One thing that I've been arguing, we haven't had an opportunity to have an internal discussion about this in any forum that I'm part of, but that's why I use the public space to make this point. I think we really, as the American expression goes, need to wake up and smell the coffee. Let not our epitaph be that we were bypassed or became irrelevant because we failed to listen. And what Rishabh has said, something that echoes with me. The established parties will cease to be relevant unless they can listen to the new voices that they haven't heard so far. And I think, frankly, we should have started hearing them already with this. Interestingly enough, the issues taken up by the CJP and the Jantar Mantar protesters had been taken up by us earlier. We had a Chatron Ki Goonj thing, where Rahul Gandhi was addressing students about the paper leaks, about the things. And that didn't resonate, sorry to interrupt, but that didn't resonate as much as this did. Correct. And that's why we need to ask ourselves, what did we fail to do? ഞാനതിന്റെ പ്രസ്താവന ചില മാധ്യമങ്ങളിലൂടെ കണ്ടതേ എനിക്ക് അറിയുള്ളൂ. അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റിയിട്ടില്ല. അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. ഇന്നലെ ഇപ്പോൾ അലഹബാദിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരിപാടി. ആ അലഹബാദ് പരിപാടി യോഗി ആദിത്യനാഥും നരേന്ദ്രമോദിയും ആ പരിപാടി പരമാവധി തകർക്കാൻ ശ്രമിച്ചു. ആ പരിപാടിയിലേക്ക് വന്ന വഴിയിൽ പോലും വിസർജ്യ മാലിന്യം വരെ അവര് വിതറി. അപ്പൊ ഇതൊന്നും കാണാൻ എന്തുകൊണ്ട് അദ്ദേഹം തയ്യാറാവുന്നില്ല എന്നത് അദ്ദേഹത്തിനോടൊന്ന് ചോദിക്കണം. പിന്നെ എപ്പോഴും നമ്മളൊരു കാര്യം, കോൺഗ്രസ്സുകാർ പാർട്ടി ചട്ടക്കൂടിൽ അക്ഷരത്തിൽ നിൽക്കുന്നില്ലെങ്കിലും BJPക്ക് സൂഹിക്കുന്ന മാത്രം വർത്തമാനം പറയുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രദ്ധിക്കണം നമ്മൾ. അത്രേ ഉള്ളൂ. BJPക്ക് സൂഹിക്കും രാഹുൽ ഗാന്ധിയെ രണ്ട് കുറ്റം പറഞ്ഞാൽ, രാഹുൽ ഗാന്ധിയെക്കുറിച്ച് രണ്ട് മോശം പറഞ്ഞാൽ അവർക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമായിരിക്കും. അതിൽ നിന്നും നമ്മളെല്ലാവരും നമ്മൾ അങ്ങനെ അറിഞ്ഞോ അറിയാതെയോ, അറിഞ്ഞ അദ്ദേഹം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അറിഞ്ഞ അദ്ദേഹം പറയാൻ സാധ്യതയുമില്ല, അറിഞ്ഞോ അറിയാതെയോ അത്രയും കാര്യം പറയാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആദിൽ പാലോടും സായ്കുമാറും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം ആദിലേക്ക്. ആദിൽ, ഇപ്പോൾ ഇത് ആദ്യമായിട്ടല്ല കോൺഗ്രസിനെ ഇത്തരത്തിൽ പ്രതിരോധത്തിലാക്കുന്ന പരസ്യ പ്രതികരണങ്ങൾ ശശി തരൂരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഈ ജൻസി പ്രക്ഷോഭം വലിയ വിജയമാണ്. അതിൽ CJP എന്നുള്ള പേര് പറഞ്ഞില്ല എങ്കിൽ കൂടിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീട്ടിലേക്ക് നടത്തിയ ആ ഒരു പ്രതിഷേധത്തിലൂടെയൊക്കെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ആ ഒരു സമര വിജയത്തിന്റെ ഒരു ക്രെഡിറ്റ് അവർക്കും അവകാശപ്പെടുന്ന തരത്തിലേക്ക് അതൊരു ചർച്ചയാക്കി മാറ്റാൻ കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് ഇത്തരത്തിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുകയും BJPക്കെതിരെ ആയുധമാക്കുകയും ചെയ്തൊരു പ്രതികരണം മുതിർന്ന നേതാവായിട്ടുള്ള, ദേശീയ നേതാവായിട്ടുള്ള ശശി തരൂരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. പലപ്പോഴും തരൂരിന്റെ ഇത്തരം പ്രതികരണങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. KC വേണുഗോപാൽ ദേശീയ നേതൃത്വത്തിന്റെ കൃത്യമായ അതൃപ്തി തുറന്നു പറയുന്നു. ഇതിവിടെ നിർത്തിക്കോളൂ എന്നുള്ളൊരു സൂചന തന്നെയല്ലേ KCയുടെ വാക്കുകളിലുള്ളത്? ആദ്യം ഉറപ്പായും കഴിഞ്ഞ ദിവസം മുംബൈയിൽ നടന്നൊരു സംവാദ പരിപാടിയിലാണ് രാഹുൽ ഗാന്ധിയുടെ ജൻസി ക്യാമ്പയിൻ ആകയാൽ ജനശ്രദ്ധ നേടുന്നില്ലെന്നും യുവാക്കളുടെ ആവശ്യങ്ങൾ അറിയുന്നതിൽ കോൺഗ്രസിന് വീഴ്ചയുണ്ടായെന്നും ശശി തരൂർ വെറുമൊരു കോൺഗ്രസിന്റെ MP മാത്രമല്ല, കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതാധികാര സമിതി എന്ന നിലയിൽ പരിഗണിക്കപ്പെടുന്ന പ്രവർത്തക സമിതി അംഗം കൂടിയാണ്. കേരളത്തിൽ നിന്ന് ആകെ 2 അംഗങ്ങളാണ് ആ നിലയിലുള്ളത്. അങ്ങനെയുള്ള ഒരു അംഗം പ്രതികരണം നടത്തിയതിൽ കടുത്ത വിമർശനം പാർട്ടിക്കുള്ളിൽ ഉയരുന്നുണ്ട്. അതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ KCയുടെ വാചകങ്ങളിൽ പ്രകടമാകുന്നത്. ഇന്നലെ അലഹബാദിൽ UPയിൽ ഒരു പരിപാടി നടന്നിരുന്നു. പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങളും പ്രതിസന്ധിക്കും മറികടന്നാണ് ആ പരിപാടി സംഘടിപ്പിച്ചത്. അതിലേക്ക് നിറയെ വിദ്യാർത്ഥികൾ എത്തി. രാജസ്ഥാനിലെ കോട്ടയിൽ പരിപാടികൾ നടത്തി. അതിലും ഒരുപാട് വിദ്യാർത്ഥികൾ എത്തുന്നതാണ് കാണാൻ കഴിഞ്ഞത്. പക്ഷേ ഇതൊന്നും എന്തുകൊണ്ട് ശശി തരൂർ കാണുന്നില്ല എന്ന ചോദ്യമാണ് KC വേണുഗോപാൽ ചോദിക്കുന്നത്. BJPക്ക് സുഖിക്കുന്ന വർത്തമാനം പറയരുത് എന്ന താക്കീത് കൂടി ഷിഹാസ് പറഞ്ഞതുപോലെ KC വേണുഗോപാലിന്റെ വാചകത്തിലുണ്ട്. രാഹുൽ ഗാന്ധിയെ രണ്ടു പറഞ്ഞാൽ BJPക്ക് സുഖകരമായി തോന്നും. പക്ഷെ അതല്ല കോൺഗ്രസിന്റെ പ്രവർത്തകർ, നേതാക്കൾ ചെയ്യേണ്ടത്. അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നില്ല എന്നുകൂടി KC വേണുഗോപാൽ പറഞ്ഞു വെക്കുകയാണ്. ഏതായാലും ഹൈക്കമാൻഡിന് ഒപ്പം തന്നെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനും കടുത്ത അതൃപ്തി ഇപ്പോൾ ഈ ശശി തരൂരിന്റെ വാചകങ്ങളിലുണ്ട്. ഇതിൽ ഏറ്റവും അപ്ഡേറ്റായി വരുന്ന മറ്റൊരു കാര്യം, ശശി തരൂർ ഇന്നലെ രാത്രിയോടുകൂടി ഒരു എക്സിലൊരു കുറിപ്പ്, വിശദീകരണ കുറിപ്പ് പങ്കുവച്ചിരുന്നു. താൻ പറഞ്ഞ വാചകങ്ങളെല്ലാം മാധ്യമങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്ത് ഈ വിഷയത്തെ കൂടുതൽ വഷളാക്കിയതാണ് എന്ന ന്യായീകരണം ശശി തരൂർ ഇന്നലെ എക്സിലൊരു കുറിപ്പിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. ഏതായാലും കൂടുതൽ വിവാദത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ശശി തരൂർ കോൺഗ്രസിന്റെ ജൻസി കളക്ടർ ഒന്നും ശരിയാവുന്നില്ല എന്ന ശശി തരൂരിന്റെ പ്രതികരണം BJP കൂടി ആയുധമാക്കുന്ന സാഹചര്യത്തിലാണ്
KC വേണുഗോപാലിന്റെ പ്രതികരണവും വിമർശനവും താക്കീതും ശ്രദ്ധയാകർഷിക്കുന്നത്. ഷിഹാസ്, ശരി, അതിൽ സായ്കുമാറിലേക്ക് കൂടി ഒന്ന് പോവാം. സായി, പറയാനുള്ളതെല്ലാം പറയുക, അത് വെട്ടിത്തുറന്ന് പറയുക, പ്രത്യക്ഷമായും പരോക്ഷമായും പറയുക, എന്നിട്ട് അതെല്ലാം മാധ്യമങ്ങൾക്ക് തലയിൽ കെട്ടിവെക്കുക. ഇത് ആദ്യമായിട്ടല്ല തരൂർ ഈ പണി കാണിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തരൂർ മോദിയെ പുകഴ്ത്തിയിട്ടുണ്ട്, മോദിയുടെ വിദേശ നയതന്ത്ര സമീപനങ്ങളെ പുകഴ്ത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനുമൊക്കെ പരോക്ഷമായ ചില വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇത് BJP ആയുധമാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ തരൂർ ഉന്നമിടുന്നത് BJPയിലേക്ക് ഒരു പാലമാണോ എന്നുള്ള സംശയങ്ങളുണ്ടായിരുന്നു. പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പായ സമയത്ത് അത് CPM ആണോ തരൂരിന്റെ ലക്ഷ്യം എന്നുള്ള ചർച്ചകളുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം പതിയെ കെട്ടടങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ വീണ്ടും തരൂർ രംഗത്തിറങ്ങുന്നു, കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും ഉന്നമിടുന്നു. തരൂർ ശരിക്കും എന്താണ് സായി ഉദ്ദേശിക്കുന്നത്? ഷിഹാസ്, കോൺഗ്രസിൽ വീണ്ടും ഒരു തരൂർ തലവേദനയായി മാറിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം ആദ്യമായിട്ടല്ല ഇത്തരം പരാമർശങ്ങൾ കൊണ്ട് നേതൃത്വത്തിന് അമർഷം ഉണ്ടാകുന്നത്. ഇതിനു മുൻപ് നിരവധി തവണ ഇത്തരത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ തരൂർ പരസ്യമായി വിമർശിക്കുകയും അതിനെ നേതൃത്വം തള്ളിപ്പറയുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുംബൈയിൽ നടന്ന ഒരു കോൺക്ലേവിലാണ് ഇതുമായി ബന്ധപ്പെട്ട ജൻസി സമരങ്ങളെ കേൾക്കാൻ കോൺഗ്രസിന് കഴിയാതെ പോയി. കോൺഗ്രസ് സമാനമായി നടത്തിയ സമരങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ള ഒരു ജനകീയ ശ്രദ്ധ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് സ്വയം വിമർശനപരമായി തന്നെ പാർട്ടി പരിശോധിക്കണം എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം ശശി തരൂർ നടത്തിയത്. അതിനെ കൃത്യമായി തന്നെ ഇന്ന് തള്ളിക്കളയുകയാണ് KC വേണുഗോപാൽ ചെയ്യുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി നടത്തിയ സമരങ്ങൾ എന്തേ അദ്ദേഹം കാണാതെ പോയി എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. BJPക്ക് സുഖം കിട്ടുന്ന ചില വാക്കുകൾ പറഞ്ഞാലേ തൃപ്തിയാകും എന്നതടക്കമുള്ള ചോദ്യങ്ങൾ അത് ഒരു ഒളിയമ്പ് പോലെ അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. അത് കൃത്യമായി ചെന്ന് കൊള്ളുന്നത് ശശി തരൂറിന് തന്നെയാണ്. AICC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പാർട്ടിയെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ പാർട്ടിയെ തിരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ പാർട്ടിക്കെതിരായി നടത്തിയിട്ടുള്ള വിമർശനങ്ങളിൽ കൃത്യമായ അതൃപ്തി KC വേണുഗോപാലിന്റെ വാക്കുകളിലുണ്ട്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി നടത്തിയ പരിപാടിയെ തടസ്സപ്പെടുത്താൻ BJP സർക്കാർ സ്വീകരിച്ച, യോഗി ആദിത്യനാഥ് സർക്കാർ സ്വീകരിച്ച നടപടികളടക്കം എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് ശശി തരൂറിന് ആ ഒരു മറുപടി ഇപ്പോൾ അദ്ദേഹം പറയുകയും ചെയ്യുന്നത്. ഷിഹാസ്, ശരി, സായ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്.